ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ദേ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. വീട്ടിലായതുകൊണ്ട് തന്നെ അമ്മ രാവിലെ എണീക്കുമ്പോഴേക്കും രാമന് കൊണ്ടുപോകാനുള്ള ടിഫിനും ലഞ്ചും ആക്കി വെക്കോട്ടോ. അതാണ് ആ മേശപ്പുറത്ത് കണ്ടത്. ഞാൻ എണീറ്റ് വന്നിട്ട് ദേ അവന് കുളിക്കാനുള്ള വെള്ളം ചെറിയ കലത്തിൽ വെച്ചു. ഭയങ്കര തണുപ്പായിട്ടുള്ള ക്ലൈമറ്റ് അല്ലേ, അപ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്. അപ്പോൾ ദേ നല്ലൊരു മോർണിംഗ് കണ്ട് ദേ അങ്ങനെ എഴുന്നേറ്റു. പിന്നെ ദേ അജു രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അവൻ ദേ സോപ്പൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് അവൻ്റെ കൈയൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കാണ്ടോ. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ അവരെ കുളിപ്പിച്ചു. രാവിലെ രാമൻ ദോശയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ദോശ കഴിച്ചു. അങ്ങനെ ദേ രാമനെ കൊണ്ടാക്കി. രാമനെ ചെറുതിന് നിർബന്ധമാണ് അച്ഛൻ തന്നെ ആക്കണമെന്ന്. അങ്ങനെ ഞാൻ പുട്ടും പഴവും കഴിക്കാൻ എടുത്തോട്ടോ. രാമനെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ സൂര്യ മ്യൂസിക് വെക്കോട്ടോ. രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ദേ ഉച്ചക്കത്തേക്ക് തക്കാളി വാട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ തക്കാളി വാട്ടാൻ അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് പെരടിക്കുക, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഇടുക. ഇതെപ്പോഴും ഞാൻ വൈകുന്നേരം പെരടിക്കുമ്പോഴാണ് ചെയ്യാറ്. അതുവരേക്കും ഇങ്ങനെ വെറുതെ മടിഞ്ഞിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പുറത്ത് പോകുന്നതിന് മുന്നേ വീട് എന്തൊക്കെ ചെയ്യണുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ കേട്ടോ. എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിൾ. അജു എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പുറത്ത് പോയി വന്നു കഴിയുമ്പോൾ വീടിങ്ങനെ ക്ലീനായിട്ട് കാണണം. എനിക്ക് പിന്നെ വേറെ പണിയൊന്നും ചെയ്യാനുണ്ടാവരുത്. പിന്നെ എനിക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും പണിയൊക്കെ തീർത്ത് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടേ പോകുള്ളൂ. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി പില്ലും കാര്യങ്ങളൊക്കെ എടുത്തത് മാറ്റി വെച്ചു. അങ്ങനെ പെരയൊക്കെ എല്ലാം ഞാൻ നീറ്റാക്കി പെട്ടെന്ന് അടിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞത് ഞാൻ രാമനെ കുളിപ്പിക്കുന്ന സമയത്ത് തന്നെ അജുവിനെ എപ്പോഴും രാവിലെ തന്നെ കുളിപ്പിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തക്കാളി വാട്ടിയതും ആയിട്ടുണ്ട്, ഉച്ചക്കത്തേക്കുള്ള പപ്പടമായിട്ടുണ്ട്. അച്ഛൻ ചോറിനാൻ വരും. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ അജുവിനെ റെഡിയാക്കി നിർത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി റെഡിയായി വന്നു. ഞങ്ങളിത് വീടൊക്കെ പൂട്ടി അങ്ങനെ ഞാനും അജുവും കൂടി പോകാൻ നിൽക്കണം. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ഓട്ടോക്കാരൻ ചേട്ടൻ വന്നു. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജുവിന് വൈറ്റമിൻ എ കൊടുക്കേണ്ട ദിവസമാണ്, അതായത് 2ാമത്തെ ഡോസ്. അപ്പോൾ 2 വയസ്സിൽ കൊടുത്തു, പിന്നെ ഇപ്പോൾ 2.5 വയസ്സിൽ കേട്ടോ. അങ്ങനെ അവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവന് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം കൊണ്ട് വൈറ്റമിനൊക്കെ കൊടുത്തു. വെയിറ്റ് 11.5 ഉള്ളൂ, 2.5 വയസ്സായി. അപ്പോൾ വെയിറ്റ് അവന് കുറവായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ അയരൻ ജ്വല്ലറിയിൽ വന്നു. ജ്വല്ലറി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് സുവർണയിൽ പോകേണ്ട ആവശ്യം. സുവർണ എന്ന് പറഞ്ഞൊരു ലേഡീസ് സ്റ്റോറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ നാച്ചുറൽസിൽ വന്നു. നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ. ഞാൻ എപ്പോഴും ഇവിടെയാണ് കേട്ടോ പോകാറ്. ഫൈനലി ഞാനവിടെ ത്രെഡ് ചെയ്യാനാണ് വന്നത്. ത്രെഡ് ചെയ്തപ്പോൾ എനിക്ക് എന്നെ കാണാൻ കുറച്ച് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഒരു ഓട്ടോ കിട്ടി ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിങ്ങനെ കയറിയപ്പോഴാണ് കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ അകത്ത് കയറി. പിന്നെ ജനലൊക്കെ പൂട്ടിയിട്ടിട്ടാണല്ലോ പോയത്. ജനലൊക്കെ തുറന്നിട്ടു. അങ്ങനെ നമ്മൾ സുവർണയ്ക്ക് ഇരിയെന്ന് പറഞ്ഞില്ലേ ലേഡീസ് സ്റ്റോറിൽ. അപ്പോൾ എൻ്റെ ഫേസ് വാഷ് തീർന്നിരിക്കുകയായിരുന്നു. അവിടെ നിന്നൊരു ഫേസ് വാഷും പിന്നെ ഒരു ഹെന്ന പാക്കും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജ്വല്ലറി കയറിയില്ലേ. ജ്വല്ലറിയിൽ കയറിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു 3 ഗ്രാമിൻ്റെ മാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ചെയിൻ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ചെയിനായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന മാലയാണ് കേട്ടോ അത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചതാണത്. എനിക്കിങ്ങനത്തെ സിമ്പിൾ ചെയിൻ ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് പൊട്ടിയിട്ട് ഞങ്ങളത് മാറ്റി വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അങ്ങനെ അതേ തൂക്കത്തിനുള്ളൊരു മാല ഞാൻ എടുത്തു. ഇപ്പോൾ എടുത്തപ്പോൾ ഒരു ഉണ്ട ചെയിനുള്ളത് എടുത്തു. പിന്നെ അത് അനന്തഭദ്രൻ സിനിമ കണ്ട് അജു പിന്നെ ഒറ്റയ്ക്കിരുന്ന് കളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. എൻ്റെ അച്ഛൻ ചോറിനാൻ വന്നു 1 മണി ആയപ്പോഴോട്ടോ. ഞങ്ങൾ അച്ഛന് ചോറ് കൊടുത്തു, അജുക്കുട്ടനും ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല. ബ്രെഡ് കഴിച്ചു. ബ്രെഡും കടലക്കറിയൊക്കെ കഴിച്ചു. അത് തന്നെ ഞാൻ പാത്രം കഴുകി വെക്കാം കേട്ടോ. പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഞാൻ രാവിലത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാഴ്ചത്തിൻ്റെ മരുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് കഴിച്ചു. അത് കഴിഞ്ഞത് 2 മണിയായപ്പോഴും ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ രാമൻ വന്നു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.